ഇപ്പൊ അലോപ്പതി ഡോക്ടേഴ്സിനൊക്കെ എന്റെ ടീമിൽ നിന്ന് പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലുള്ള ഒരു ഡോക്ടർക്ക് നമ്മൾ 95 കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാസം 19 95 കൊടുത്തു കഴിഞ്ഞു. അതെങ്ങനെയാ വെച്ചാൽ പേരാമ്പ്ര ആണ് എന്റെ ഓർഗ് 1 നല്ല ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്റെ DTC ലീഡറായിട്ടുള്ള മുനീറ മാഡം അവരെ വീട്ടിനടുത്തുള്ള ജുമേലിയ എന്ന് പറഞ്ഞൊരു ലേഡിക്ക് 95 കൊടുത്ത് ക്യാൻസറിന് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകത ഉള്ള കാര്യങ്ങൾ അല്ലെ ആയുർവേദ ട്രീറ്റ്മെന്റ് നടത്തിയോ എന്ന് ചോദിച്ച സമയത്ത് 95ന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആളെ ഉമ്മക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്. അതേപോലെ അവരെ ഒന്ന് രണ്ട് പേഷ്യൻസിനൊക്കെ നമ്മളെ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല റിസൾട്ട് ആണ് ഈ ഒരു പ്രൊഡക്റ്റിലൊക്കെ വരുന്നത്. എന്തായാലും വീട്ടിൽ നിന്നൊക്കെ നല്ല രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു. അമ്മയാണെങ്കിലും അനിയത്തികളാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ എതിർത്തിട്ടുണ്ടായിരുന്നു. അനിയത്തിക്ക് എപ്പോഴും കാലിന് ഒരു പെയിൻ ഉണ്ട്. അതായത് മസിൽ പെയിൻ ആയിട്ട് 5-6 വർഷമായിട്ട് പല ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങിയിട്ട് മാറാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാമ്പി തൈലത്തിന്റെ കാര്യം ഇവരോട് പറയും. അപ്പൊ പറയും എന്റെ മരുന്നൊന്നും എനക്ക് വേണ്ട, അങ്ങനെ എങ്ങനെയാന്നുള്ള രീതിയിലൊക്കെ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരു ദിവസം ചാമ്പി തൈലം കൊണ്ട് ഇവരെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് അതിന്റെ MRP നോക്കിയിട്ടൊക്കെ ഒരുപാട് എന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇറങ്ങി വരുമ്പോ ഞാൻ പറഞ്ഞു പൈസയൊന്നും നീ നോക്കണ്ട, നീ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം എന്നാണ്. അപ്പൊ ഇല്ല ഞാൻ യൂസ് ചെയ്യുന്നൊന്നുമില്ല, അവിടെ നിക്കട്ടെ, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിലെത്തി രാത്രി വിളിച്ചു ചോദിച്ചു നീ ഇത് യൂസ് ചെയ്തോന്ന് ചോദിച്ചു. ഇല്ല ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്നു. 2-3 ദിവസം നിരന്തരം പറഞ്ഞതിന് ശേഷം മനസ്സില്ല മനസ്സോടെ അവള് ഞാൻ പറഞ്ഞതുപോലെ സ്റ്റീൽ പാത്രം ചൂടാക്കി അതിനകത്തേക്ക് ചാമ്പി തൈലം ഒഴിച്ചു കാലില് മസാജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വീണ്ടും ഒരു 2-3 ദിവസത്തിന് ശേഷമാണ് എന്നെ വിളിച്ചിട്ട് രാത്രി എന്നോട് പറയുന്നു നിന്റെ ഈ ഉൽപ്പന്നത്തിൽ എന്തോ മാരകമായിട്ടുള്ള കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ 6 വർഷമായിട്ട് പല ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് മാറാത്ത ഈ ഒരു വേദനയ്ക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട്, ചൂട് പിടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട് എന്നാണ്. ഞാൻ നീ കണ്ടിന്യൂ ഉപയോഗിക്ക്, പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നു. ഒരാഴ്ചക്ക് ശേഷമാണ് നീ ഇങ്ങനെ ഇടക്കിടക്ക് പ്രോഗ്രാമിന്റെ കാര്യം പറയാറുണ്ടല്ലോ വടകര, അത് എവിടെയാണ്? ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അല്ല ഞാനും സന്തോഷമായിട്ടൊന്ന് പോയി നോക്കട്ടെ, ഇത് പ്രൊഡക്റ്റ് എന്തായാലും കൊള്ളാം, ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്ന് എന്തോ ബുദ്ധിമുട്ട് കൊണ്ട് ആ ബുധനാഴ്ച എനിക്ക് പ്രോഗ്രാമിന് പോകാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇവര് രണ്ടുപേരും ഒറ്റയ്ക്ക് പ്രോഗ്രാമിലേക്ക് പോയി. അന്ന് അവർക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലായി. മൂന്നാമത്തെ ദിവസം ഒരു RTP ഉണ്ടായിരുന്നു. RTPയിലേക്ക് ഞാൻ പറയാതെ തന്നെ ഇങ്ങോട്ടേക്ക് രണ്ടുപേരും അഡ്വാൻസ് ഒക്കെ തന്ന് RTPയിൽ പങ്കെടുത്തു. ഇന്ന് എന്റെ അനിയത്തിയുടെ ഭർത്താവ് 4 ലക്ഷം BV കൂടി വന്നു കഴിഞ്ഞാൽ RTC ആണ്, എന്നേക്കാൾ മുന്നേ RTCയിലേക്ക് പോവാണ്. അതേപോലെ അനിയത്തി ZDC റാങ്ക് ടച്ചിങ് ആണ്. എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ബിസിനസ്. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വുമൺ കമ്പനിയും കഴിച്ചു, ആ സമയത്ത് തന്നെ 95 ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് വർഷമായിട്ട് ഞാൻ ഗുളിക സ്ഥിരമായിട്ട് കഴിച്ചത് കൊണ്ട് തന്നെ ചുണ്ടിന് തെരുപ്പ്, അതേപോലെ കാല് കൈയൊക്കെ തെരുപ്പ്, തല തെരുപ്പ്, തെരുപ്പ് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? ഇങ്ങനെ വെച്ച് കിടക്കുന്ന സമയത്തൊക്കെ തെരുപ്പായിരിക്കും. അതൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ മാനസികാവസ്ഥയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് കരയുക, ഡൗൺ ആകുന്ന ഒരു അവസ്ഥ, വീട്ടിലുള്ള ആളുകൾക്ക് മൊത്തം ടെൻഷൻ ആയിരിക്കും എനിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറി നമ്മൾ ചെറിയ രീതിയിൽ സംസാരിക്കാനൊക്കെ തുടങ്ങി.